ड्रिंक किया ना? हाँ मेरे को मालूम है ऐसे बैठा നമുക്ക് കളിക്കാം അവിടെ ലോലോ ബിയർ അങ്ങനെയുള്ള ഇപ്പം ഞാൻ ഗോവയിലാണുള്ളത്. ഞാൻ മാത്രമല്ല, എൻ്റെ 3 ഫ്രണ്ട്സൊക്കെ പ്രമോദ്, മിഥുന്, നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടാപ്പു എല്ലാവരും കൂടി നമ്മൾ ആഗ്രയ്ക്കാണ് പോകുന്നത്. അതിനിടയിൽ നമ്മളിവിടെ ഗോവയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഗോവയിൽ നമ്മുടെ മെയിൻ സെൻറ്ററിലേക്ക് പോകുന്നില്ല. ഗോവയിൽ ഒരു കുറച്ച് കിലോമീറ്റർ പരിധിയിൽ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. കൊൽവ ബീച്ച് അല്ലേ? കൊൽവ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സൊക്കെ കയറി അവിടെ എത്തി. നമ്മൾ ഹോളി സ്പിരിറ്റ് ചർച്ചിൻ്റെ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ബസ് കയറിയിട്ടാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീച്ച്, ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ 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 കമോൺ. അപ്പോൾ ഇതാ ഇവിടുത്തെ മണലൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ വളരെ നല്ല വൈറ്റ് ആയിട്ടുള്ള മണലാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഇതാ നല്ല ഇപ്പോൾ രാവിലെ ഒരു 9:30 സമയം ഒന്നുള്ളൂ. പക്ഷെ എന്നാലും കുറച്ച് ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു നേരത്തെ വരുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചെറിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ട്. രാവിലെ 9:30 ആ ഒരു സമയമാണെങ്കിൽ. ഈ കടൽ മൊത്തം വെള്ളമാണല്ലോ. ഇവിടുന്ന് വെള്ളം അങ്ങനെ ഒഴുകിയിട്ട് നേരെ കടലിലേക്ക്. ഇനി കടലിൽ വെള്ളം കുറവായ കാരണം അങ്ങോട്ടേക്ക് പോകും. ആയിപ്പോൾ ഇപ്പോൾ തണുത്ത വെള്ളമാണ് കേട്ടോ. അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നത് നേരെ കടലിലേക്കാണ്. അപ്പം വൈപ്പാണ്. ഒഴുകി പോവോ? വാടാ. തണുപ്പുണ്ട് അവിടെ. അവിടെ ഇറങ്ങി കുളിക്കാന്നാണ്. അവിടെ എന്തൊക്കെ ഗെയിമിൻ്റെ എന്തൊക്കെ ഇതൊക്കെ ഉണ്ട്. പാർട്ടി പ്ലേസ്, വിൻഡിങ്, മറ്റേ ഓരോ സംഭവങ്ങളൊക്കെ അല്ലേ? ബിൽഡിങ് ഇവിടെ എന്താ റെസ്റ്റോറൻറ്റ്, പാർട്ടി പ്ലേസ്, വൈൻ, ഡൈൻ ഒക്കെ ഈവനിങ് ആവും. ഈവനിങ് വൈബ് ആവും. ഞാൻ തന്നെ ഇത് പുട്ടുപൊടിയോ നൈസാണ്. അതൊക്കെയാണ് ഇതാ ഇവിടെ ഒരു ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അതാ കുറേ ആളുകൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഒന്നുകൂടി ആയിരിക്കാം. ചാടും. അവിടെ കുട്ടാപ്പ് ഒന്ന് വാമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാടാൻ പോവും. അവിടെ ഒരു സായിപ്പ് ഓടി പോകുന്നുണ്ട്. സായിപ്പ് ചാട്. ആ സായിപ്പിൻ്റെ ഒപ്പം ഓടിക്കോ. ഓടൂ. ട്രാക്ക് മാറിയാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. എവിടെ കൂട്? ഞാൻ വീട്ടിൽ വീട് പോവാണ്. ബാഗ് എന്തിനാ അങ്ങനല്ലേ? ബാഗൊക്കെ തൽക്കാലം നമ്മളൊരു സ്ഥലത്ത് വെക്കുന്ന ഒരു പകുതി ഭാരം കുറഞ്ഞ പോലെ. ഉപ്പുരസോ? ഞാനൊന്നും നോക്കില്ല. കടലിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പോവാ. ഗോവയിൽ വന്നിട്ട് കടലിൽ ഇറങ്ങിയില്ല. നമ്മൾ പൊന്നാനി കടലിൽ പോകുന്നത് കുറേ വിചാരിക്കണേ. നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം അടുത്ത കാലത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. വർഷങ്ങളായി. അടുത്തെന്ന് പറഞ്ഞാൽ 10-30 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഗോവയിൽ വന്നിട്ടൊരു ബീച്ചിൽ ഇറങ്ങാനാണ് പറ്റിയത്. ആകെ വെള്ളം. ചെറിയ മീനുകളൊക്കെ അവിടെ ഉണ്ട്. എന്താണത്? ചെറിയ മീനുകളുണ്ട്. അറിയണ്ട. കുട്ടാപ്പൂത അങ്ങ് കേരളത്തിൽ നിന്ന് വന്ന് ഗോവയിലെ കടലിൽ കുളിക്കാനായി പോവുകയാണ്. കഴിഞ്ഞ കുളി കേരളത്തിൽ നിന്നായിരുന്നു. ഇന്നത്തെ കുളി ഗോവയിൽ നിന്ന്. ഏത് സൈക്കിള് ടയറോ? പിന്നെ എന്തായാലും അവൻ്റെ കുളിയുടെ പവർ എന്നിട്ട് അറിയാം. അടുത്ത ടിക്കറ്റിൽ എണ്ണം കുറയ്ക്കണോ അല്ലേ? അടുത്ത ട്രെയിൻ ടിക്കറ്റിൽ എണ്ണം കുറയ്ക്കണമെന്നേ. അവിടെ പോയി നിൽക്കുന്നുണ്ട്.
എനിക്ക് നീന്താൻ അറിയില്ല. നമ്മൾ പഠിച്ചിട്ടില്ല. സ്കൂളിലൊന്നും അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, കോളേജിലുണ്ടായിരുന്നില്ല. എന്തേ അവിടുത്തെ രണ്ടാട് പോണ് അവിടെ നമുക്കൊക്കെ കുറച്ച് അങ്ങോട്ട് നടക്കാം. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് ഇതിനെന്താ പറയാ? സ്റ്റാർ ഫിഷ്. അത് തന്നെ മീനുകളതാ മീൻ. തറ വിളിച്ചപ്പോൾ വന്നു എടുക്കാനായി കാര്യം എടുക്കും. കമ്പനിയായി അതിപ്പോൾ എന്താ കൊടുക്കുക? നിനക്കിവിടെ ഒന്നുമില്ല. ഞങ്ങൾ തന്നെ ഏതായാലും വിളിച്ചിട്ട് വന്നതല്ലേ. ഇതിൻ്റെ തന്നെയാണ്. ഇത് കേരള നുറുക്ക്. കോവൻപട്ടി തിന്നുമോ? പട്ടി പറയും നുറുക്ക് പോയിക്കാവുന്ന. ഞാൻ ഈ നേരത്തെ 2 ചിക്കൻ കാല് കഴിക്കേണ്ടതാണ്. അപ്പോഴാണ് എൻ്റെ നുറുക്ക്. ഈ നേരത്തെ 2 ചിക്കൻ കാല് തിന്നേണ്ടതാണ്. അപ്പോഴാണ് എൻ്റെ നുറുക്ക്. ഓ മനസ്സിൽ പറയണ്ടാവും. ഉറപ്പുണ്ട് പല്ലക്കില്ല. എന്താണ് പെപ്പട്ട ഇപ്പൊ തിന്നു കൊണ്ട് പോടാ. ഒരു കൊണ്ടുപോടാൻ എന്നെ ഉറക്കും തിന്നറ. ഇത് പല്ലിന് നല്ലാണ്. അത് പറഞ്ഞപ്പോ ആ മണലിട്ടാരണോ? ഈ മണലിടാതെ തിന്നോ? എന്താണ് പോടാ. എന്താ പേര്? അനക്ക് രസം പിടിച്ച് ഇവിടുന്നൊന്നും വാങ്ങി തിന്നില്ലല്ലേ. അത് നോക്കാനായിട്ട് നമ്മൾ തിന്നുമ്പോഴേ ഇവന്മാർ തിന്നുന്നുണ്ടല്ലോ. ഇത് ഇവിടെയുള്ള പന്നികളല്ലല്ലോ. ഇത് പുറത്തുനിന്ന് അവിടെ ഉണ്ട്. ഞങ്ങൾ തിന്നുന്നുണ്ട്. എനിക്ക് തിന്നാൻ വഴിയാ തിന്നണ്ട. അതടാ തുന്തിന് അത് പറഞ്ഞപ്പോൾ അല്ല ഇപ്പം മനസ്സിലായി. ഇവന്മാരുടെ കയ്യിൽ ഇതന്നെ ഉള്ളൂ. നൂറുക്കെങ്കിൽ നൂറുക്ക്. അല്ല നമ്മൾ തിന്നിട്ട് ഇറക്കുകയൊക്കെ ചെയ്തില്ല. അപ്പോൾ വിഷമല്ലാന്ന് അത് മണ്ണിട്ട് മൂടി കൊണ്ട് ഓടാൻ്റെ നൂറുക്ക് ഒരു പീസ് എടുത്ത് അത് അതിന് മൂക്കൊക്കെ മണലായി. മറ്റേ മൂടി വെച്ചല്ലോ. അതെന്തത് ആത്മാക്കൾക്ക് കൊടുത്തതാണോ? കാരണവന്മാർക്ക് കൊടുത്തതാണോ മൂടി വെച്ചത്? മറ്റേ മൂടി വെച്ച് കൂടെയുള്ള രണ്ടാമന്മാര് കടലിൽ വീണ. എവരുടെ ഒളിപ്പിച്ചത്? ഇതടാ ഇങ്ങനെയുള്ള മണ്ണ് തെണ്ടി ഇന്ന് കൂട്ടി കളിക്കാം. എന്താ മണലോക്ക്? ഈ മണലോക്ക് നൈസ്
എന്ത് തരിയാണിത്? നൈസ് തരി. നമ്മളിവിടെ കാലൊക്കെ മൂടുകയാണ്. നമുക്ക് കളിക്കാം ഇവിടെ. ലോലോ ഒരു വ്ളോഗറാണ് ഇവിടെ കിടന്ന് മൂടി കാല് മൂടി. ഇനി നമ്മൾ ഇതാ 2 കാല് മൂടി. ആഹാ ഇനി എന്ത് ചെയ്യും? പെട്ടുപോയല്ലേ? എന്തായാലും എന്താ നീ യൂട്യൂബിലൊക്കെ ചെന്ന് വൈറലാവുമല്ലോ. അല്ല കാലില്ല, ഇവിടെ ഒരു പൈസ അല്ല ഒരു ടവല് വിരിച്ച് വെച്ചാൽ നിനക്ക് ചില്ലറ കിട്ടും. എൻ്റെ കാലില്ല കയ്യില്ലാത്തവനാണേ എന്നൊക്കെ പറയും. നമ്മൾ തമാശക്കല്ലേ? അപ്പം മുഖമൊക്കെ മാറുന്നുണ്ട്. ഓ കയ്യൊക്കെ എടുത്ത് മുഖമൊക്കെ മാറുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് എടുത്ത് മാറ്റാം. വേറെന്ത് അപ്പം നമ്മൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 10:10 ഞാൻ പറഞ്ഞ പോലെ രാവിലെ ആണെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ളൊരു ബീച്ച് തന്നെയാണ് കൊൽവ ബീച്ച്. ഇവിടെ കുറേ ബോട്ട് മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. കുറേ ബോട്ടുകളൊക്കെ ലോങ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ വേറെ ഈ ബോട്ടിൽ നമ്മളൊന്ന് റൈഡ് ചെയ്യിപ്പിക്കില്ല, അങ്ങനെയുള്ള പരിപാടി അത് ഞാൻ കാണിച്ചു തരാം. അവിടെ അങ്ങനെ ഒരു സംഭവം അവിടെ കാണാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ്. ഇവിടെ ലൈവ് ബൂമറാങ് ഹാപ്പി അവേഴ്സ് ബൈ 2 get 1 free ഓൺ കോക്ടെയിൽ 5 PM to 7 PM. ബൂമറാങ് ലൈവ് മ്യൂസിക് ട്യൂണായിട്ട് അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതിസാഹസികമായ മീൻപിടുത്തമാണ് ഇവിടെ കാണുന്നത്. എന്താണ് ഉച്ചക്കുള്ള കറിക്കവും പരല്. അയ്യോ എവിടെ പോയി സൗണ്ടിൽ വിമാനം കാണില്ല. സൗണ്ട് നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ പോണേ പോവാ, ധൈര്യം ഉണ്ടെങ്കിൽ പോവാ. ആ ബോട്ടിൽ കൊണ്ട് പിരിവിട്ടോ. എത്രയാണോ അത്? 100 രൂപ ആണെങ്കിൽ 100 ആയിരിക്കില്ല. 125 ഇത് അവിടുന്ന് ഒഴുകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട്. അങ്ങനെ അത് അടുത്ത റേസിങ്ങിനായിട്ടുള്ളതാ. ഇത് യമഹയുടെ ആണല്ലോ കമ്പനി. താരത്തിട്ട് വേണം അങ്ങോട്ട് കിട്ടാൻ. അവിടെ പോയി ചോദിക്കാം. ഒരാൾക്ക് 600 രൂപ നമ്മൾ ഓടിക്കും. 900 രൂപ एक आदमी को നമ്മൾ ഓടിക്കുകയാണെങ്കിൽ 900. ഇയല്ലേ പോണ വയ്ക്കോ. അപ്പൊ വൈകിട്ട് കുറേ बम्पर रेट है ये 2 आदमी का बम्पर का है. इसका 1100 पड़ेगा, इसका 1200 रुपये. उधर से बोट में लेके जाएगा, बड़ा बोट में डालेगा, उधर से 1200 रुपये क्या आएगा. तो कैसा आएगा? वो बनाना ये वो है इसका 2000 रुपये. इधर एक बार गिरेगा, इधर एक बार गिरेगा. 300 रुपये है. അങ്ങനെ ഞങ്ങൾ ആ റേസിങ്ങിൽ കയറാമെന്ന് വിചാരിച്ച് ഞാനും പ്രമോദും വിധി ഉണ്ടെങ്കിൽ കാണാം. അല്ല ഒപ്പം ആളുണ്ടാവുമല്ലോ അല്ലേ? ആ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ 800 രൂപ, ഒപ്പമാണെങ്കിൽ 600 രൂപ. ക്യാഷ് ആയിട്ട് കൊടുക്കണം. ഹലോ ഇത് കൊടുക്കാത്ത ഞാൻ പിന്നെ കൊടുക്കാം. 500 അല്ല ഞാനില്ല. അപ്പോൾ 600 രൂപയാണ് ആയിട്ടുള്ളത്. ടിക്കറ്റ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് बेटी छोड़ रहे किसी मत ना बेटी गिटी जाके भाड़े चोते वो तो अच्छी बात है. हमारा टिकट आइटिല്ല.
शरी गूगल नंबर का है गूगल नंबर का रहेगा तो निकाल दो। अरे चिल्ला किए गिर जाएगा बस। पड़ेंगे कहीं स्विमिंग करो उसका सिन्नी मालूम नहीं उसको सिन्नी मालूम नहीं वो हाँ ऊपर कुंडे വരുന്നല്ല डरो मत भैया साइड पर निकाल दो। पांच पैराशूट जी जिसके ചെരുപ്പ് തട്ടാ പോയി വരും പന്നം കാണാം ചെരുപ്പെല്ലാം കഴിഞ്ഞ് കാണാം सर जा तू പിന്നെ അങ്ങോട്ട് വരുമ്പോ ഇതാക്കാം ഇങ്ങോട്ട് വരുമ്പോ ആക്കട തിരിച്ചു വന്നു कोई जगह भैया कोई जगह നീ കൊള്ളേ കുഴപ്പമില്ല പ്ലേ ആണ് അടുത്ത നമ്മുടെ കല്ലടത്തൂരിലെ യുവപ്രതിഭ കല്ലടത്തൂർ മണ്ണിന്റെ സ്വന്തമായ നമ്മുടെ പ്രമോദിനെയാണ് നമ്മൾ കടലിലേക്ക് വിടുന്നത്. അക്കെങ്കിലും അക്ക വേണ്ടൊക്കെ വന്ന പ്രമോദിനെ യാത്രയാക്കുവാൻ വേണ്ടി ഈ അവരുടെ വലിയ ബോട്ടിൽ 8 ആൾക്കാർ 9 ആൾക്കാർ പക്ഷെ ഞാൻ കൊടുക്കാതില്ല അത് റേസിംഗ് അല്ല കേട്ടാ ഇവരെന്ത് ഭാഷ ഹിന്ദി അല്ല ഇവര് തമ്മിൽ അടിയാകും. ചലോ हेलो
ആ അഡ്രസ്സ് അറിയാം പോവും. അങ്ങനെ നമ്മുടെ പ്രമോദാണ്. आपको चलाने के लिए दिया ड्राइविंग वो ड्राइविंग का पेमेंट कर दो मैं नहीं मेरा है ना आप ड्राइविंग किया ना उधर आप चलाया वो 300 रुपया दे दो ठीक है आप चलाया ना हैंडल पकड़ा ना ओ मैं नहीं चाहिए बोला वो आप पकड़ा वो नहीं चाहिए तो वो बोला मेरे को मालूम हुआ मुझे 200 तो 200 दे दो डिस्काउंट किया 100 रुपये डिस्काउंट किया 200 दे दो ओके वो मेरे को बोला तू करो ऐसा बोला मैं नहीं बोला मेरे को नहीं मालूम वो बोला नहीं मेरे को इसलिए मैं भूल गया 300 नहीं 200 दे അപ്പോൾ അവർ പറയണത് ഞാൻ ഡ്രൈവ് ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ 200 കൊടുക്കണമെന്നാണ് പറയുന്നത്. അവർക്കൊരു കൺഫ്യൂഷൻ ആയതാണ്. നമുക്ക് ബാക്കിൽ ഇരുന്ന് പോകാനാണെങ്കിൽ 600 അല്ലെങ്കിൽ 200 അല്ല അല്ലെങ്കിൽ 800 900 ശരിക്കും. ആ പ്രമോദ് വരുന്നുണ്ട്. അങ്ങനെ പ്രമോദ് വന്നുകൊണ്ടിരിക്കുന്നു. हाँ ओ नहीं इन्होंडा हाँ 200 बोला लवड़ा ड्राइविंग है दूसरा भी जरूर वो बोला नहीं लानी किसका नहीं हो ड्राइविंग मांगे किसे दरो इनसे दे रहे ये कुछ को रेट करे इसे वो दे रहा था कोनी कुछ होता वो भी दे रहा चावल है दे रहा कोनी मत मांगे दिन अच्छी 300 है हां 300 इधर दिखाता है आ जाओ 300 जी हमारे से क्या है केमल तो नंबर 300 हमने भी जाएगा भाई मन को तो का इधर केमल तो है जाए भाई वो ते बता 300 सर 300 दिखाना उनको 300 लिखो ड्राइविंग नहीं बोला था ना हाँ ड्राइविंग नहीं बोला. अरे यार उधर ड्राइविंग करके आप बोला आप तो ड्राइविंग किया ना. हाँ मेरे को मालूम है ऐसा बैठा ऐसा बैठ के जाने का वो सर ने बेटा आप बैठ के गया ना वो आपको चलाया बिना उसका पास ड्राइविंग का पैसा लेने को आता है मेरे को नहीं आता है ना जबरदस्ती थोड़ी ले सकता है 300 ले रहे 300 तो अब ना किलो तक दे तो हाथे की 100 दिया भाई भाई कोची 5 करो तू ए किलो थोड़े रे नहीं मारे यार हां अरे लगा दो बंदे अंदर है पेट खाना लग रहा है हाँ वन डेली पे नहीं चलता क्या मैंने पेट दे रहा नहीं तो तू देखो मैं उन्होंने के नोरा करान मंगाओ तू അടക്ക അതിനെ വെച്ചിട്ട് ആർക്കിപ്പോൾ ഡ്രൈവിംഗ് പോയിട്ട് പോകാൻ ഡ്രൈവിംഗ് കാണാൻ പറഞ്ഞത് അല്ലല്ല ഇവിടെ കൊടുത്തല്ലോ അയാൾ പിടിച്ച് മുന്നിലിരുത്തി അയാൾ വിചാരിച്ചത് ഡ്രൈവിംഗ് ആണെന്നാ നമുക്ക് എന്താ രീതി അറിയില്ല ഞാൻ വെറുതെ തൊള്ളി പഠിച്ചിരിക്കുന്നു ഞാൻ അവിടെ ഓടിപ്പിച്ച് അവിടെ നേരെ കൊണ്ടുപോയി കുറച്ച് ലോങ് പോയി ആ ഞാൻ നേരെ കൊണ്ടുപോയി ആ നേരെ പോയി ടിക്കറ്റ് പോയില്ല ആ അപ്പൊ അതാണ് പിന്നെ സുരക്ഷിച്ചു ഉം. അല്ലേ വൈബാ സൈഡിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതാണ് ബിയർ അങ്ങനെയുള്ള ആൽക്കോളൊക്കെ കിട്ടുന്ന സംഭവമാണ്. ബിയർ വേണ്ട ഭായി. ഇവിടെ കണ്ടില്ല ഒരുപാട് ഇങ്ങനെ സീറ്റുകളൊക്കെ അതൊക്കെ ഹോട്ടലുകളാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വിളിക്കും. ഫുഡ് ബിയർ അങ്ങനെയുള്ള മദ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട്. വായോ വായോ എടാ വൈകുന്നേരം അവിടെയൊക്കെ പരിപാടിയുണ്ട്. അവിടെ നിങ്ങളെ കടയിൽ പോയില്ലേ നിങ്ങളപ്പുറത്ത് പോയില്ലേ അവിടെ വൈകുന്നേരം 5 മണിക്കൊക്കെ ലൈവ് മ്യൂസിക് പ്രോഗ്രാമൊക്കെ ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് എവിടേക്കാണ് കാട്ടി ആ മിഥുന വേണമെങ്കിൽ ഇവിടെ ഇരിക്കട്ടാ പിരിച്ചിട്ട് വേണമെങ്കിൽ മിഥുനാണ് ഇവിടെ കിടക്കാം. അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ പരവതാനിയൊക്കെ വിരിച്ച് അയ്യോ ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ച് കരിങ്കാളി ഓടുന്ന പോലെ ഓടുന്നു. അടുത്തതായി നമ്മൾ കാഴ്ചവെക്കുന്നത് കുളിസീനാണ്. അയ്യോ പെണ്ണുങ്ങളല്ല ഇവിടെ പ്രായം തികയാത്ത പുരുഷന്മാരുടെ കുളിസീൻ. ഓരും നനയാൻ തന്നെ. ഞാൻ പിന്നെ അതിനുള്ള സെറ്റപ്പിലൊന്നുമില്ല. ഞാൻ കുളിക്കാന്നില്ല പിന്നെ അവന്മാരത് അവിടെ ആ സൈഡിൽ പോയി ലാസ്റ്റ്. ഇവിടെ കാലം കുറവാണ്. ഇതിനിതാ കക്ക പറക്കി കളിക്കുന്നു.
വെള്ള മണൽത്തരികളൊക്കെ ആയിട്ടുള്ള നല്ലൊരു അതാണ് കൊൽവ ബീച്ച്. സംഭവം സൂപ്പറാണ്, നൈസാണ്. എന്തേ വേഗം ഇപ്പോൾ കൊണ്ടുപോയാലും ഇപ്പോൾ അതിലിപ്പോൾ ഈ ദാരിദ്ര്യം പിടിച്ച പാൻറ്റും ഷർട്ടും അതൊക്കെ അല്ലേ ഉള്ളൂ. കുളിക്കാൻ ഈ വെള്ളം പോരാന്ന് എന്താ കുളിക്കില്ലേ വഴിയും വേണം നോക്കണം അവിടെ. നടക്കുന്നത് ഇവിടെ വൈബായി കടലിലാണ് കിടക്കണത്. ഇവിടെ അതെന്താ കൂട്ടത്തിൽ അതിനൊന്നും നോക്കില്ല. അറിയോ ഓനറിയാ അതല്ലേ അങ്ങനെ പറഞ്ഞേ. ഇവിടെയൊക്കെ ഒരേ ഇതല്ലേ മുറ്ററ്റം വെള്ളത്തിൽ കുറച്ച് നാരങ്ങ വീഞ്ഞാലും നാരങ്ങ വെള്ളം കുടിക്കായ അയ്യ എന്ത് ചീഞ്ഞ തമാശ. അതില്ലാത്ത തിര അത് ചെറിയ തിരയാണത്. അത് ഓടുന്നത് രണ്ടും ഒരേ മരുന്നാണ് കഴിക്കണ തോന്നുന്നു. സംഭവം ഇന്നാണ് പരിചയപ്പെടുന്നത്. അയ്യോ ആ ഇതാ തിരമാല ഇതാ വരുന്ന കടിസൊക്കെ. അങ്ങനെ കുളിക്കലും തലകുത്തി മറിയലും അവിടുത്തെ കലാപരിപാടി കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ തണിയിട്ട് വീണ്ടും ആ കടകളും സംഭവങ്ങളൊക്കെ ഉള്ള കടകളും സംഭവങ്ങളും മീൻസ് ബിയറും കാര്യങ്ങളും അതൊക്കെ ഉള്ള ആ ഒരു സൈഡിൽ കൂടെ വീണ്ടും ആ വഴി കൂടെ വരികയാണ്, അല്ല പോവുകയാണ്. നല്ല രീതിയിൽ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇനി വൈകുന്നേരമായ പറയും വേണ്ട, നല്ല തിരക്കാവും. അങ്ങനെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ച് 30 രൂപ, ഇതിന് 30 രൂപയാണ് ഈ മാംഗോയുടെ. അതൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ അല്ലല്ലോ ബസ് ആ റൂട്ടില്ലേ ബസ്സാ ആവും, ചിലപ്പോൾ ആ റൂട്ട് തന്നെ ആവും. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കേരള ഫുഡിൻ്റെ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ ബിരിയാണിക്ക് 250 റുപ്യ, ചോറിന് 200 രൂപ. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ 4 ആൾക്ക് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ 1000 രൂപയായി. രാവിലെ ഞങ്ങൾ നല്ല ഇഡ്ഡലിയും പിന്നെന്താണ് പൂരിയല്ലേ, പൂരിയൊക്കെ കഴിച്ചിട്ടും എനിക്ക് 50 റുപ്യ ആയുള്ളൂ. 3 ഇഡ്ഡലി 2 പൂരിയൊക്കെ കഴിച്ചിട്ട് 2 ഡബിൾ ഓംലേറ്റും പിന്നെ ഇതിപ്പോ അത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് അതിപ്പോ ടേസ്റ്റ് ഉണ്ടാവുമോ, പിന്നെ അത് മടുക്കും.
250 റുപ്യ ആവും ഒരു ബിരിയാണിക്ക്. 4 പേർക്ക് ബിരിയാണിക്ക് 1000 രൂപയാവും. അപ്പം നമ്മളത് കഴിക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഈ ഒരു കൊൽവ ബീച്ച് ഗോവ ഈ ഒരു ലൊക്കേഷൻ വിടുകയാണ്. അടുത്തൊരു ലൊക്കേഷൻ പിടിക്കാൻ നോക്കുകയാണ്. ആ ഒരു ലൊക്കേഷനിൽ ഫുഡ് കഴിക്കാം, ഇവിടുന്ന് ബസ് കയറി പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.